ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഒന്നിനും പരാജയപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പസമയ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഇരമ്യാവിൻ്റെ പുസ്തകം 25-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ 25-ാം അധ്യായം എന്ന് പറയുന്നത് യഹോവയുടെ ക്രോധം നിമിത്തം ഇരമ്യാവിനുണ്ടാകുന്ന ചില അരുളപ്പാടുകളെ കുറിച്ചാണ് പറയുന്നത്. 25-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കുവാൻ കഴിയുന്നു: നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും ദുഷ്പ്രവർത്തികളും വിട്ടുതിരിയുവിൻ. എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ എന്നും എന്നേക്കും പാർക്കുമെന്നാണ് ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് ദുർമാർഗവും ദുഷ്പ്രവൃത്തിയും അവർ ചെയ്യുന്നത് മൂലം യഹോവയ്ക്ക് അവരോടുണ്ടായ ഒരു ക്രോധം, ആ ജനത്തോട് ദൈവത്തിന് തോന്നിയ കോപത്തിന്റെ പുറത്ത് ഇരമ്യാവിനോട് പറയുന്ന അരുളപ്പാടാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ, ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം തുടക്കത്തിൽ തന്നെ ഒരു വാണിംഗ് ആയിട്ട് പറയുകയാണ്: നിങ്ങളുടെ ദുർമാർഗവും ദുഷ്പ്രവർത്തികളും വിട്ട് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് തന്ന ദേശത്ത് നിങ്ങൾ എന്നും എന്നേക്കും വസിക്കുമെന്ന്. അല്ല എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ളത് ദൈവം ഇരമ്യ പ്രവാചകൻ മുഖാന്തരം ജനത്തോട് അറിയിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു അരുളപ്പാടുണ്ടായിട്ടും ജനം തിരികെ വരുവാനോ ആ ദുർമാർഗങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് ഒന്ന് മടങ്ങി വരുവാനോ അവർക്ക് കഴിഞ്ഞില്ല. ഇതുപോലെയാണ് നാമും. പലപ്പോഴും ദൈവം നമുക്ക് പല വാർണിങ്ങുകളും നൽകുവാറുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ മൂലമാണ് ദൈവത്തിനോട് അടുത്ത് വരുവാൻ തടസ്സമായി നമ്മളിൽ പലതുമുണ്ട് എന്ന് ദൈവാത്മാവ് നമ്മളോട് ഓർമ്മിപ്പിക്കുമ്പോൾ പലപ്പോഴും അത് കേൾക്കുന്നവരായിട്ട് മാത്രം നിൽക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയോ അത് വിട്ട് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ നമ്മൾ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചാണ് ഇരമ്യാവിൻ്റെ പുസ്തകം 25-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവന് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഒന്നിനും പരാജയപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. ദൈവം അവന് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം കൊടുക്കുവാൻ, അല്ലെ എല്ലാ പ്രോമിസുകളും ദൈവം അവൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ വിശ്വസ്തനാണ്. പക്ഷെ ദൈവം വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ ഇതാണ്: എല്ലാ ദുർമാർഗവും എല്ലാ ദുഷ്പ്രവൃത്തികളും വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരണം. ദൈവം മാത്രമാണ് ആശ്രയം എന്ന് കണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുവാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ ദൈവം തരുമെന്ന് പറഞ്ഞിരിക്കുന്ന, വാഗ്ദത്തം ചെയ്യുമെന്ന് നമ്മളോട് ഉറപ്പ് നൽകിയിരിക്കുന്ന എല്ലാം നമുക്ക് തിരികെ നൽകുവാൻ ദൈവം ശക്തനാണ്. ഈ 25-ാം അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറഞ്ഞുവെങ്കിലും അവരാരും തിരിച്ചു ദുർമാർഗങ്ങൾ വിട്ട് വരുവാൻ തയ്യാറായില്ല. ഈ 25-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയുന്നു: എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്തുവാൻ തുടങ്ങുന്നു. പിന്നെ നിങ്ങൾ കേവലം ശിക്ഷ കൂടാതെ പോകുമോ? ശിക്ഷ കൂടാതെ പോകുകയില്ല. ഞാൻ സകല ഭൂവാസികളുടെ മേൽ വാളിനെ വിളിച്ചു വരുത്തും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അതായത് അവർക്ക് കൊടുത്ത അവസരം അവര് ഉപയോഗിക്കാതെ വീണ്ടും ദുഷ്പ്രവൃത്തിയിലും ദുർമാർഗത്തിലും തുടർന്നുകൊണ്ടിരുന്നത് കൊണ്ട് ദൈവം ഇരമ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുകയാണ്: എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നഗരത്തിൽ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നഗരം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നഗരമാണ്. ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്ന, ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്ന, ദൈവത്തിൻ്റെ നഗരം എന്ന് പേരുള്ള ആ നഗരത്തിലുള്ള വ്യക്തികൾ കാണിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ വായിക്കുന്നത്. ദുർമാർഗവും ദുഷ്പ്രവൃത്തികളാലും ദൈവത്തിൻ്റെ നാമത്തിലുള്ള നഗരം ദുഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ നാമം അവിടെ ദുഷിച്ചത് മുഖേന നിങ്ങൾ കേവലം ശിക്ഷ കൂടാതെ പോകുമോ എന്ന് ദൈവം ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം ദുഷിപ്പിച്ചത് കൊണ്ട് ശിക്ഷ തീർച്ചയായിട്ടും അവർക്കുണ്ട് എന്ന് ഇരമ്യ പ്രവാചകൻ മുഖാന്തരം ജനത്തോട് അരുളി ചെയ്യുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം വിളിക്കുന്ന നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വചനത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന നാം ദുഷ്പ്രവൃത്തികളോ ദുർമാർഗങ്ങളിലോ തുടരാതെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിങ്കിലേക്ക് എപ്പോൾ നമ്മൾ മടങ്ങി വരുമോ അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണുവാൻ ഇടയാകും. ഒരു ദൈവത്തിൻ്റെ മകൾ അല്ലെ ഒരു ദൈവത്തിൻ്റെ മകൻ എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ള ഒരാളാണ് ഞാനെങ്കിൽ, ദൈവത്തിൻ്റെ നാമം ദുഷിക്കുന്ന ഒന്നും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല.
എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവം ക്ഷമിക്കും. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞു മടങ്ങി വരുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഈ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്, അവൻ ദീർഘക്ഷമയുള്ളവനാണ്. പക്ഷേ നമ്മുടെ ദുർമാർഗവും ദുർപ്രവൃത്തിയും അവൻ വെറുക്കുന്നു. അതുകൊണ്ട് ഒരു മടങ്ങി വരുവനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷങ്ങളെ മുട്ടുകൾ മടക്കിക്കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു മടങ്ങി വരുവനായിട്ട് ആഗ്രഹിക്കാം.